ഇംഗ്ലീഷിൽ ഡിഗ്രി ഇല്ലാത്ത ഒരാളായിട്ട് കൂടെ അവർ നല്ല സിമ്പിളായിട്ട് പറഞ്ഞതുകൊണ്ട് എനിക്ക് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നു. ഇപ്പോൾ പോലും എന്നോട് ആരെങ്കിലും ചോദിക്കുവാണ് ഏത് എൻട്രൻസ് കോച്ചിങ് ആണ് CUTക്ക് ബെസ്റ്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് പെപ്പിനെ മാത്രമാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് വേറൊരു സ്ട്രീമിലോട്ട് ജോയിൻ ചെയ്യുമ്പം ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിക്കാൻ പറ്റുമെന്ന് ഞാൻ തീരെ വിചാരിച്ചിരുന്നില്ല. കാര്യം സ്ട്രീമും കൂടെ മാറുന്നതുകൊണ്ട്. പക്ഷെ പെപ്പ് ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. പെപ്പിനൊപ്പം. ഹായ്, ഞാൻ അഖില. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബിൽ നിന്ന് MA ഇംഗ്ലീഷിലെ ഗ്രാജുവേറ്റ് ആണ്. ആക്ച്വലി ഞാൻ BSc സുവോളജിയിലാണ് എൻ്റെ ഡിഗ്രി ചെയ്തത്. അപ്പം ഡിഗ്രി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് സുവോളജിയിലൊരു ഇൻട്രസ്റ്റ് മാറി, ഇംഗ്ലീഷിലോട്ടായി എൻ്റെ ഇൻട്രസ്റ്റ്. ആ സമയത്ത് എനിക്കൊരു ബേസ് ഇല്ലായിരുന്നു, കാരണം ഡിഗ്രി വേറെ സബ്ജക്റ്റിലാണല്ലോ ചെയ്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ഡൗട്ടായിരുന്നു, എൻട്രൻസ് ക്ലിയർ ചെയ്യാൻ പറ്റുമോ, നല്ല യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ കിട്ടുമോ എന്നത്. കേരളത്തിലൊന്നും എനിക്ക് തോന്നുന്നില്ല നമ്മൾ ഏകജാലകം വഴി നമുക്കൊരു അഡ്മിഷൻ കിട്ടുമെന്ന്. അങ്ങനെയാണ് ഞാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലോട്ട് മാത്രമായിട്ട് ട്രൈ ചെയ്യാൻ തുടങ്ങിയത്. എൻ്റെ ആ ഡൗട്ട് ഞാനൊരു എൻട്രൻസ് കോച്ചിങ് സെൻറ്റർ അന്വേഷിക്കുന്നതിൽ വന്നെത്തി. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്ക് റെക്കമെൻഡ് ചെയ്തത്, പെപ്പ് നല്ല ഇൻസ്റ്റിറ്റ്യൂഷനാണ്, അവിടെ ഇംഗ്ലീഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന്. അങ്ങനെയാണ് ഞാൻ ക്ലാസ് തുടങ്ങിയ ഒരു ആഴ്ച കഴിഞ്ഞിട്ടാണ് പെപ്പിൽ ജോയിൻ ചെയ്യുന്നത്. ജോയിൻ ചെയ്തപ്പോൾ തന്നെ എനിക്ക് ക്ലാസ്സസൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടാൻ തുടങ്ങി. കാരണം ഇംഗ്ലീഷിൽ ഡിഗ്രി ഇല്ലാത്ത ഒരാളായിട്ട് കൂടെ അവർ നല്ല സിമ്പിളായിട്ട് പറഞ്ഞതുകൊണ്ട് എനിക്ക് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എന്നെ പഠിപ്പിച്ച രശ്മി മാമിനെയൊക്കെ. നല്ല ക്ലാസ്സായിരുന്നു രശ്മി മാമിൻ്റെ ഒക്കെ. അവിടെ നമ്മളെക്കൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കും, നമ്മൾ തന്നെ ഉത്തരങ്ങൾ പറയും. അപ്പം നല്ലൊരു ഇൻട്രാക്റ്റീവ് സെഷൻ കൂടിയായിരുന്നു പെപ്പ് പ്രൊവൈഡ് ചെയ്തത്. അതിൻ്റെ കൂടെ തന്നെ അവർ നോട്ട്സും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. നമുക്ക് എല്ലാ ബേസ് ഇല്ലാണ്ട് പോലും ബേസ് കറക്റ്റായിട്ട് അവർ നോട്ട്സ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ബേസൊക്കെ നമുക്ക് നന്നായിട്ട് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു രീതിയിലായിരുന്നു ക്ലാസ്സൊക്കെ എടുത്തത്. പിന്നെ ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പെപ്പിൻ്റെ നോട്ട് മാത്രമായിരുന്നു. പെപ്പിൻ്റെ ക്ലാസ് കൃത്യമായിട്ട് കേൾക്കും, അതുപോലെ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യും. അവരെല്ലാ ആഴ്ചയും മോക്ക് ടെസ്റ്റുകൾ വെക്കുമായിരുന്നു. അതിലെ വിന്നേഴ്സിനെയൊക്കെ അവർ ഡിക്ലെയർ ചെയ്യുമായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര ഒരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങളായിരുന്നു. അപ്പോൾ അതിലൊക്കെ കൃത്യമായിട്ട് പങ്കെടുക്കും. പെപ്പിൻ്റെ നോട്ട്സ് കൃത്യമായിട്ട് ഫോളോ ചെയ്യും. എല്ലാ നോട്ട്സും കൃത്യമായിട്ട് പറഞ്ഞാൽ ഞാൻ പ്രിൻ്റ് എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് മാത്രമാണ് ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. വേറെ പുറത്തുനിന്നുള്ള ഒരു കാര്യങ്ങളും ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. പെപ്പിൻ്റെ നോട്ട്സ്, പെപ്പിൻ്റെ ക്ലാസ്, പിന്നെ അവരുടെ തമ്മിലുള്ള ടീച്ചേഴ്സ് തമ്മിലുള്ള ഇൻട്രാക്ഷൻസ്, മോക്ക് ടെസ്റ്റ്, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഫോളോ ചെയ്തത്. അപ്പോൾ തന്നെ എനിക്ക് കോൺഫിഡൻസ് കൂടുകയാണ് ചെയ്തത്. ലാസ്റ്റിലേക്കൊക്കെ ആയപ്പോഴത്തേക്ക്, എക്സാം ടൈമൊക്കെ ആയപ്പോഴത്തേക്ക് കോൺഫിഡൻസ് കൂടി. കാരണം ഞാൻ ഇത്രയും പഠിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ മനസ്സിലാവാൻ തുടങ്ങി. പിന്നെ എല്ലാ തവണയും ഇവർ ഓക്കെ ആണോ, കാര്യങ്ങളൊക്കെ പഠിക്കുന്നില്ലേ, ചെയ്യുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അന്വേഷിക്കുകയും ചെയ്യുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് തന്നെ ടീച്ചേഴ്സ് വിളിച്ചിട്ടും മെൻറ്റേഴ്സ് വിളിച്ചിട്ടും ഒക്കെ. അപ്പോൾ അതൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. പിന്നെ എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ച് സ്ഥലത്തൊക്കെ കിട്ടുമെന്ന് നമുക്ക് എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ഊഹം ആയിരുന്നു. പിന്നെ കേരളത്തിൽ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും MG യൂണിവേഴ്സിറ്റിയിലൊക്കെ അഡ്മിഷൻ കിട്ടി. പിന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി പഞ്ചാബ്, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഇവിടെ നിന്നും അഡ്മിഷൻ കിട്ടിയായിരുന്നു. അപ്പോൾ ഞാൻ ഓപ്റ്റ് ചെയ്തത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബിലാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് വേറൊരു സ്ട്രീമിലോട്ട് ജോയിൻ ചെയ്യുമ്പം ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിക്കാൻ പറ്റുമെന്ന് ഞാൻ തീരെ വിചാരിച്ചിരുന്നില്ല. കാര്യം സ്ട്രീമും കൂടെ മാറുന്നതുകൊണ്ട്. പക്ഷേ പെപ്പ് ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. കാര്യം ഞാനിപ്പോൾ പോലും എന്നോട് ആരെങ്കിലും ചോദിക്കുവാണ് ഏത് എൻട്രൻസ് കോച്ചിങ് ആണ് CUTക്ക് ബെസ്റ്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് പെപ്പിനെ മാത്രമാണ്. കാര്യം ഞാനത് അനുഭവിച്ചിട്ടുള്ളതുകൊണ്ടാണ് എനിക്കത് പറയാൻ പറ്റുന്നത്. പെപ്പിൻ്റെ അധിക ക്ലാസ്സസും ഇൻട്രാക്റ്റീവ് ക്ലാസ്സസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ടീച്ചേഴ്സൊക്കെ നല്ല ഹെൽപ്ഫുള്ളായിരുന്നു. നന്നായിട്ട് അവർ കാര്യങ്ങളൊക്കെ ഭയങ്കര സിമ്പിളായിട്ട് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും എല്ലാ പിള്ളേരെയും അവർ കൺസിഡർ ചെയ്യുമായിരുന്നു. ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും, നമ്മൾ ആൻസർ പറയും. ആൻസർ പറഞ്ഞിട്ടില്ലെങ്കിലും അവർ നന്നായിട്ട് നമ്മളോട് ഇൻട്രാക്ട് ചെയ്യും. പിന്നെ മെൻറ്റേഴ്സിൻ്റെ കാര്യം പറഞ്ഞാൽ അവർ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് നമ്മൾ ഓക്കെ ആണോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. പിന്നെ മോക്ക് ടെസ്റ്റും വലിയ വെറുതെ ഒരു മോക്ക് ടെസ്റ്റ് ഇട്ട് പിള്ളേർ ചുമ്മാ അറ്റൻഡ് ചെയ്തോട്ടെ എന്നുള്ള രീതിയിലല്ല മോക്ക് ടെസ്റ്റുകളൊന്നും വന്നിരുന്നത്. എല്ലാ മോക്ക് ടെസ്റ്റും നല്ല രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു.
അവർ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ എപ്പോഴും വിളിച്ച് ഓർമ്മിപ്പിക്കും കൂടെ ചെയ്യുമായിരുന്നു. അപ്പം അതൊക്കെ ഭയങ്കര വലിയ കാര്യമാണ്. കാര്യം ചുമ്മാ നിങ്ങൾ ഓരോ നോട്ട്സ് പ്രൊവൈഡ് ചെയ്ത് ക്ലാസ്സസ് കൊടുത്തു പോവുക അങ്ങനെ രീതിയല്ലാതെ നമ്മൾ പഠിക്കണം എന്ന് അവർക്കും കൂടെ ഒരു തോന്നലുണ്ടാകുന്നത് വലിയ കാര്യമാണ്. കേരളത്തിൻ്റെ പുറത്ത് പോയി പഠിക്കണം എന്ന് എനിക്ക് പേഴ്സണലി ആഗ്രഹം ഉണ്ടായിരുന്നു. അതിൻ്റെ പേരിലാണ് ഞാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലോട്ട് പോകാമെന്ന് വിചാരിച്ചത്. പിന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റീൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമുക്ക് അത്രയും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. സ്ഥലങ്ങളാണെങ്കിലും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഒത്തിരി സ്ഥലങ്ങളിലേക്ക് നമുക്ക് ആക്സസ് കിട്ടും. കേരളത്തിൻ്റെ പുറത്തേക്ക് ഒരു ലോകം ഉണ്ടോയെന്ന് ശരിക്കും നമ്മൾ പുറത്ത് യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. പിന്നെയുള്ള കാര്യം, കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലുള്ള ഒരു സിസ്റ്റം അല്ല സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ. ഈവൻ ഞാൻ പഞ്ചാബിലെ കാര്യം പറയുവാണെങ്കിൽ ക്ലാസ്സസ് ഒക്കെ 90% സ്റ്റുഡൻറ്റ് ഓറിയൻറ്റഡ് ആണ്. ടീച്ചേഴ്സിന് അവിടെ റോൾ കുറവാണ്. പിള്ളേരാണ് എല്ലാ കാര്യങ്ങളും. ഇപ്പം ഞങ്ങൾക്കാണെങ്കിൽ തന്നെ ലാസ്റ്റ് സെമ്മിലൊക്കെ ഒരു ഡെസർട്ടേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു കോഴ്സ് തന്നെയായിരുന്നു അത്. ആ കോഴ്സിൽ നമ്മളാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഒരു റിസർച്ച് എങ്ങനെ കൊണ്ടുപോകണം, ഒരു റിസർച്ച് എങ്ങനെ ചെയ്യണം, PhD ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ടായിരുന്നു. PhD ഒക്കെ ചെയ്യാൻ പോകുന്ന ആൾക്കാർക്ക് ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ വളരെയധികം അത് ഹെൽപ്പ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടുന്ന് കിട്ടിയ എനിക്കൊരു ശീലമുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളൊരു ശീലം ഇവിടെ നിന്നാണ് എനിക്ക് തുടങ്ങിയത്. അതിന് മുന്നേ വരെ എനിക്ക് ഒത്തിരി എക്സാംസ് അറ്റൻഡ് ചെയ്യുക, എന്തെങ്കിലും ഒരു മെയിൻ എക്സാം വരുന്ന സമയത്ത് ഒത്തിരി മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക എന്നുള്ളൊരു ശീലം എനിക്കില്ലായിരുന്നു. അത് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ഇപ്പോഴും ഫോളോ ചെയ്യുന്ന കാര്യമാണ്. ഇപ്പം നെറ്റ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോഴും മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഈ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനൊക്കെയാണ്. അപ്പോൾ അത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. നമുക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പം ആ ഒരു ശീലം വളർത്തിയെടുത്തത് പെപ്പാണ്. പെപ്പിൽ ഇപ്പോൾ ജോയിൻ ചെയ്തൊരു കുട്ടിയാണെങ്കിൽ എനിക്കൊരു അഡ്വൈസേ കൊടുക്കാനുള്ളൂ. നന്നായിട്ട് പെപ്പിൻ്റെ മെറ്റീരിയൽസ് ഫോളോ ചെയ്യുക, ടീച്ചേഴ്സിൻ്റെ ക്ലാസ്സസ് മുടങ്ങാതെ അറ്റൻഡ് ചെയ്യുക. ആൻഡ് മോക്ക് ടെസ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മോക്ക് ടെസ്റ്റൊക്കെ എല്ലാ മോക്ക് ടെസ്റ്റും അറ്റൻഡ് ചെയ്യാൻ നോക്കുക. ഒരു വീക്ക് സ്കിപ്പ് ചെയ്ത് അടുത്ത വീക്ക് അത് ചെയ്യാം എന്ന് വിചാരിക്കരുത്. അതൊക്കെ പല പിള്ളേർക്കും, ഞങ്ങൾക്കും ഉണ്ടായിരുന്നൊരു കാര്യമായിരുന്നു, ഒരു വീക്കൊക്കെ സ്കിപ്പ് ചെയ്യാമെന്നൊക്കെ വിചാരിക്കുന്നത്. പക്ഷേ എല്ലാ വീക്കും മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. ഭയങ്കര ബെനിഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടാവും, അത് ഉറപ്പാണ്. നല്ല യൂണിവേഴ്സിറ്റിയിൽ പ്ലേസ് ചെയ്യാൻ എന്നെ സഹായിച്ചതിന്, എൻറ്റയർലി പുതിയൊരു ലോകം തന്നെ എനിക്ക് കാണാൻ വേണ്ടിയിട്ട് സഹായിച്ചതിന് എല്ലാത്തിനും പെപ്പിനോട് നന്ദിയുണ്ട്. താങ്ക് യു.